പ്രാണനിൽ ഭാഗം 14. നേരെ കിച്ചണിൽ ചെന്ന പാറു ഒരു നിമിഷം നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വേഗം തന്നെ ചായയും ഭക്ഷണവുമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴൊക്കെയും അവളുടെ മനസ്സിൽ ദയനീയമായി തൻ്റെ കയ്യിൽ പിടിച്ചു നോക്കി നിൽക്കുന്ന വ്യാസിൻ്റെ മുഖം ആയിരുന്നു. ഇല്ല, ഒന്നിനും വയ്യ വിച്ചേട്ടാ. വീണ്ടും വീണ്ടും നിങ്ങളോടടുത്ത് എൻ്റെ പ്രണയത്തെ മുറിവേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ആരാരും അറിയാതെ എന്നിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി ഒരു അടുപ്പത്തിനും ഞാനില്ല. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടവൾ വേഗം തന്നെ വ്യാസിന് ചായയും മോൾക്ക് പാലും പഴംപുഴുങ്ങിയതും ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ച് മുകളിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും വ്യാസ് എഴുന്നേറ്റ് ഫ്രഷാവാൻ കയറിയിരുന്നു. അത് കണ്ടപ്പോൾ ആശ്വാസത്തോടെ കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ടവൾ വേഗം തന്നെ മോൾക്കരികിലേക്ക് ചെന്നു. മോളെ മീനുട്ടി, എഴുന്നേറ്റ് അമ്മയുടെ സുന്ദരി പെണ്ണ്. കുഞ്ഞിപ്പെണ്ണിൻ്റെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് പാറു വിളിച്ചപ്പോൾ തന്നെ മോൾ കുഞ്ഞിക്കണ്ണുകൾ കൊണ്ട് തുറന്ന് അവളെ നോക്കിയിരുന്നു. അമ്മേ, എക്ക്. അമ്മയുടെ കണ്ണൻ വാ, അമ്മ എടുക്കാലോ. നമുക്ക് വേഗം പല്ലൊക്കെ തേച്ച് പാൽ കുടിക്കണ്ടേ? മോളെയും എടുത്ത് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ പാറു പറയുന്നത് കേട്ടപ്പോൾ കുഞ്ഞിപ്പെണ്ണ് തലയാട്ടിക്കൊണ്ട് അവളുടെ തോളിൽ കിടന്നു. അങ്ങനെ മോൾക്ക് കുഞ്ഞരി പല്ലുകളൊക്കെ തേച്ചു കൊടുത്ത് അപ്പോൾ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ താഴെ ഡൈനിങ് ഹാളിലെ ടേബിളിൽ മോളെ ഇരുത്തി അവൾക്കരികിൽ ചെയർ വലിച്ചിരുന്നു കൊണ്ട് പാറു മോളെ കളിപ്പിച്ച് പാലും പഴവും കൊടുക്കാൻ തുടങ്ങി. അമ്മേ, അപ്പൂപ്പനും അമ്മൂമ്മയും എവിടേ? പാറു കൊടുത്ത പാൽ കുടിക്കുന്നതിനിടെ മീനുട്ടി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവർ ഇവിടെ ഇല്ല മോളെ, അവർ നാളെയേ വരൂ. മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയതാ. പഴം ചെറുതായി കയ്യിൽ അമർത്തി വെച്ച് മോളുടെ വായിൽ വെച്ചുകൊണ്ട് പാറു പറഞ്ഞു. ആ. അത് കേട്ടപ്പോൾ പിന്നെ മോളൊന്നും ചോദിച്ചില്ല. ഇതേസമയം മുകളിൽ കുളി കഴിഞ്ഞിറങ്ങിയ വ്യാസ് കാണുന്നത് ടേബിളിൽ വെച്ചിരിക്കുന്ന കോഫിയാണ്. ചുറ്റും നോക്കിയപ്പോൾ മോളെയും പാറുവിനെയും കാണാതെ വന്നതും അവൻ കോഫി എടുത്ത് സ്വിപ്പ് ചെയ്തുകൊണ്ട് ഫോൺ എടുത്ത് കമ്പനിയിൽ വിളിച്ച് ഇന്ന് ലീവാണെന്ന് അറിയിച്ചു. ശേഷം കോഫിയും പിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. താഴെ എത്തിയപ്പോൾ തന്നെ കാണുന്നത് മോൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പാറുവിനെയാണ്. തിരിഞ്ഞിരുന്നതിനാൽ പാറു വ്യാസ് വന്നത് കാണുന്നില്ലായിരുന്നു. ശ്രീ. വ്യാസ് വേഗം തന്നെ അവൾക്കരികിൽ വന്നിരുന്നതും പാറു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് എഴുന്നേറ്റു. നിങ്ങൾ മോളെ ഒന്ന് നോക്കൂ, ഭക്ഷണം എടുക്കാം ഞാൻ. കൂടുതലൊന്നും പറയാതെ മോളുടെ മുഖമൊക്കെ കഴുകിക്കൊടുത്ത് അവൻ്റെ കയ്യിലിരുത്തിക്കൊണ്ടവൾ കിച്ചണിലേക്ക് നടന്നു. ആ സമയം അവളുടെ നിങ്ങൾ എന്ന പ്രയോഗം കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയായിരുന്നു വ്യാസ്. എന്തുകൊണ്ടോ നെഞ്ചാകെ നീറുന്നത് പോലെ അവന് തോന്നി. അതുകൊണ്ട് തന്നെ അവൻ വേഗം മോളെ സോഫയിലിരുത്തി കളിക്കാനുള്ളത് ഇട്ടുകൊടുത്ത ശേഷം പാറുവിൻ്റെ അരികിലേക്ക് നടന്നു. ശ്രീ, നീ എന്താ എന്നോടൊന്ന് സംസാരിക്കാൻ പോലും നിന്ന് തരാത്തത്? തിരക്കിട്ട് പാത്രമൊക്കെ കഴുകി വെക്കുന്നതിനിടെ പിറകിൽ നിന്നും വ്യാസിൻ്റെ ശബ്ദം കേട്ട പാറു ഒന്ന് ഞെട്ടിയെങ്കിലും അത് പുറത്ത് കാട്ടാതെ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ എന്ത് നിന്ന് തരുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇന്നലെ എനിക്ക് പറയാൻ ഒരു അവസരം നിങ്ങൾ തന്നോ? ഇല്ലല്ലോ. അറിയാതെ കൈതട്ടി വീണു പോയതാ നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ, അല്ലാതെ മനഃപൂർവ്വമല്ല. ഇനിയും അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇപ്പോൾ വന്നതെങ്കിൽ എനിക്ക് താല്പര്യമില്ല കേൾക്കാൻ. അവനെ നോക്കി ഒറ്റശ്വാസത്തിൽ അവൾ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും വ്യാസ് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് അവനിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. ഹേയ്, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്നെ വിട്. അവൻ്റെ കയ്യിൽ നിന്നും കുതറിമാറാൻ ശ്രമിച്ചുകൊണ്ട് പാറു പറഞ്ഞപ്പോഴും അവളിലുള്ള അവൻ്റെ പിടി മുറുകിയതേ ഉള്ളൂ. എന്നെ വിടാനല്ലേ പറഞ്ഞത്? വിട്. ഇല്ല, നിനക്ക് പറയാനുള്ളത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കണം. പക്ഷേ അതിനു മുമ്പ് നീ എന്നെ വിച്ചേട്ടൻ എന്ന് വിളിക്കണം ശ്രീ, അല്ലാതെ ഞാൻ വിടില്ല. ഇടറിയ സ്വരത്താൽ വ്യാസ് അത് പറഞ്ഞപ്പോൾ അതുവരെ അവനിൽ നിന്നും കുതറിമാറാൻ ശ്രമിച്ചവളുടെ കൈകാൽ നിശ്ചലമായി. ഞെട്ടലോടെ അവനെ നോക്കി നിൽക്കാനേ അപ്പോൾ അവൾക്കായുള്ളൂ. എന്നാൽ നിമിഷങ്ങൾക്കകം ഇന്നലത്തെ അവൻ്റെ പ്രവൃത്തി മനസ്സിൽ വന്നതും ദേഷ്യത്തിൽ അവൻ്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ഫുഡുമായി ഹാളിലേക്ക് ചെന്നു. എല്ലാം ടേബിളിൽ എടുത്തു വെച്ചുകൊണ്ട് അവൾ മോളെയും എടുത്ത് മുകളിൽ പോയി. അവൾ പോണത് ഒരു നിമിഷം നോക്കി നിന്ന വ്യാസ് ദേഷ്യത്തോടെയും അതിലുപരി വേദനയോടെയും അവിടെ നിന്നും ഹാളിലേക്ക് വന്ന് വേഗം തന്നെ കാറിലേക്ക് കയറി എങ്ങോ ഓടിച്ചു പോയി. ആ സമയം കാർ സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ട് മോളെയും കൊണ്ട് താഴേക്ക് പാറു എത്തുമ്പോഴേക്കും അവൻ പോയിരുന്നു. എടുത്തു വെച്ച ഭക്ഷണം പോലും കഴിക്കാതെ അവൻ പോയത് കണ്ടപ്പോൾ പറഞ്ഞതും ചെയ്തതും കൂടിപ്പോയോ എന്ന് പോലും അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ തൊട്ടടുത്ത നിമിഷം രണ്ട് കുഞ്ഞിക്കൈകൾ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തപ്പോഴാണ് പാറുവിന് ബോധം വന്നത്. കയ്യല്ലേ അമ്മേ, മോൾക്ക് സങ്കടമാവും. വിതുമ്പുന്ന ചുണ്ടുകളോടെയുള്ള മോളുടെ സംസാരം കേട്ടപ്പോൾ പാറു വേഗം തന്നെ കണ്ണുകൾ തുടച്ച് മോളുടെ ഉണ്ടക്കവിളിൽ ഒന്ന് ചുംബിച്ചു. അമ്മ കരഞ്ഞതല്ല കണ്ണാ. എൻ്റെ മോൾ വാ, നമുക്ക് അമ്മമ്മയും അപ്പൂപ്പനെയും വിളിച്ചു നോക്കാലോ. മോൾക്ക് സങ്കടമാവുമെന്ന് കരുതി പാറു വേഗം തന്നെ ഷെൽഫിൽ നിന്നും ഫോൺ എടുത്ത് ഹാളിലെ സോഫയിൽ മോളെയും കൊണ്ടിരുന്നു കൊണ്ട് ആദ്യം സുധാകരനെയും ജയന്തിയെയും വിളിച്ചു. അവർ ആ സമയം മുത്തശ്ശിയെയും കുട്ടി ഹോസ്പിറ്റലിലായതിനാൽ മോളോട് 2 വാക്ക് സംസാരിച്ച ശേഷം പാറുവിനോട് പറഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്തു. പിന്നെ അവർ വിളിച്ചത് ശോഭയെയും മാധവനെയും ആയിരുന്നു. പാറു വിളിക്കാൻ കാത്തെന്ന പോലെ രണ്ടാളും ഫോണെടുത്ത് സന്തോഷത്തോടെ മോളോടും പാറുവിനോടും ഒരുപാട് സംസാരിച്ചു. സൂര്യയെപ്പറ്റി ചോദിച്ചപ്പോൾ അവൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി എന്നാണ് ശോഭ പറഞ്ഞത്.
അങ്ങനെ സമയം കടന്നു നീങ്ങവേ ഉച്ചയായപ്പോൾ മോൾക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് പാറു ഫോൺ വെച്ചു. അമ്മേ, അത്ത എബിത് പോയതാ? ഫോൺ വെച്ചപ്പോൾ തന്നെ മീനൂട്ടി ചോദിച്ചു. അത് ആ അച്ഛ എൻ്റെ മോൾക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോയതാ. പെട്ടെന്ന് വായിൽ തോന്നിയത് പാറു പറഞ്ഞപ്പോൾ ആ കുഞ്ഞു മിഴികൾ തിളങ്ങി. ആണോ? ആയിഷ്, നല്ല അത്ത, മീനൂട്ടി കുണുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ആ സമയമൊക്കെ ഒന്നും പറയാതെ വ്യാസ് എവിടെ പോയി എന്ന ടെൻഷനിലായിരുന്നു പാറു. അവൾ പോലും അറിയാതെ എന്തോ ഒരു ഉൾപ്രേരണയാൽ അവൾ ആ താലി മുറുകെ പിടിച്ചിട്ടുമുണ്ടായിരുന്നു. ഇതേസമയം നിരന്തരമായ മെസ്സേജും കോളും ഭീഷണിയും കാരണം ഗതികേട് കൊണ്ട് അജുവിനെ കാണാൻ അവൻ അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് സൂര്യ. കടലിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ വരാനായിരുന്നു അവൻ പറഞ്ഞത്. ഓ, ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. എന്നോട് വരാൻ പറഞ്ഞിട്ട് ഇങ്ങേരിതെവിടെ പോയി? സ്വയം പറഞ്ഞുകൊണ്ടവൾ അവിടെയുള്ള ബെഞ്ചിൽ പോയി ഇരുന്നു കൊണ്ട് ചുറ്റും നോക്കാൻ തുടങ്ങി. ഡി അഹങ്കാരി! പെടുന്നതിന് ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ സൂര്യ കാണുന്നത് ഒരു കുസൃതി ചിരിയോടെ അവൾക്കരികിൽ നടന്നു വരുന്ന അജുവിനെയാണ്. അവനെ കണ്ടപ്പോൾ അവളുടെ മുഖം വീർത്തു വന്നു. എന്താടി, മുഖമൊക്കെ ഒരു കൊട്ടക്കണക്കിന് ആക്കി വെച്ചിനല്ലോ? അവൾക്കരികിൽ ചേർന്നിരുന്നു കൊണ്ടവൻ ചോദിച്ചപ്പോൾ അവൾ ഒന്ന് വിട്ടിരുന്നു. അപ്പോൾ അജുവും അവൾക്കൊപ്പം നീങ്ങിയിരുന്നു. അപ്പോൾ വീണ്ടും അവൾ വിട്ടിരുന്നു. അതുപോലെ അജുവും. ഒടുക്കം മാറി മാറി ബെഞ്ചിൻ്റെ അവസാന ഭാഗത്തെത്തിയപ്പോൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങിയ സൂര്യയെ കയ്യിൽ പിടിച്ച് തൻ്റെ മടിയിലേക്ക് അവനിരുത്തിയത് നിമിഷനേരം കൊണ്ടായിരുന്നു. പകച്ചുകൊണ്ട് അവൾ അവനെ നോക്കിയപ്പോഴേക്കും ഒരു കൈ ഇടുപ്പിലും മറുകൈ അവളുടെ പിൻതലയിലും മുറുകെ പിടിച്ചുകൊണ്ട് അജു അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തിയിരുന്നു. ഒരു നിമിഷം ഉള്ളംകാൽ മുതൽ തലവരെ വല്ലാത്തൊരു വിറയൽ സൂര്യയിലുണ്ടായി. അവനെ പിടിച്ചു മാറ്റാൻ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശരീരം അതിനെ അനുവദിക്കാത്തതുപോലെ അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ പിടിച്ചു മാറ്റാൻ ഒരുങ്ങിയ അവളുടെ കൈകൾ അവനെ ചുറ്റി വരികയും അവളുടെ ചുണ്ടുകളിൽ നാണത്താൽ പൊതിഞ്ഞ ഒരു ചിരി വിരിയുകയും ചെയ്തു. ഇതേസമയം നേരം സന്ധ്യ ആയപ്പോൾ പുറത്ത് വ്യാസിൻ്റെ കാർ വന്ന് നിർത്തിയത് കേട്ട് ഉറങ്ങിക്കിടന്ന മീനൂട്ടി ഒന്ന് നോക്കിക്കൊണ്ട് പാറു വേഗം തന്നെ മുകളിൽ നിന്നും താഴേക്കിറങ്ങി പുറത്തേക്കോടി. എന്നാൽ കാറിലെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും 4 കാലിൽ ആടി ആടി പുറത്തേക്ക് വരുന്ന വ്യാസിനെ കണ്ടതും പാറുവിൻ്റെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിശ്ചലമായി. അപ്പോഴാണ് വ്യാസും പാറുവിനെ കണ്ടത്. അവളെ കണ്ടപ്പോൾ അവൻ്റെ അടഞ്ഞു പോകുന്ന കണ്ണുകൾ തിളങ്ങി. ശ്രീ! ഒറ്റ കുതിപ്പിനവൻ പാറുവിനെ കെട്ടിപ്പിടിച്ച് അവളുടെ മുഖം പിടിച്ചു കവിളിൽ അമർത്തി ചുംബിച്ചു. എന്താ നോക്കുന്നേ? ബാ, അകത്തേക്ക് പോകാലോ. പകച്ചു കവിളിൽ കൈവച്ച് നിൽക്കുന്ന പാറുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആടി ആടി വ്യാസ് അകത്തേക്ക് നടന്നു. അവൻ്റെ കൂടെ കിളിപോയ കണക്കെ പാറുവും.